മക്കളെ പാറുവേ, നീ നേരത്തെ എന്നോട് എന്തോ ചോദിക്കാൻ വന്നല്ലോടെ? എന്തോടാ അത്? ഒന്നും ചോദിക്കാൻ വന്നല്ലേട്ടാ. അല്ലേ? അല്ല. ഞാൻ വിചാരിച്ചു നീ ചിലപ്പം കൊമ്പം മീശയുടെയോ അല്ലെങ്കിൽ സിക്സ് പാക്കിന്റെയോ മസിലിന്റെയോ കാര്യം വല്ലതും പറയാൻ വന്നെയാണ്. ചേട്ടനെ സിക്സ് പാക്ക് ഇല്ല, കുഴപ്പമുണ്ടാ? കൊമ്പം മീശ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 2-3 വർഷം ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ശിഷ്യൊന്നുമല്ല. ഫുൾ ഫൗണ്ടേഷൻ കിട്ടും, ഫുൾ പവർ. വേണ്ട. എടാ നിന്നെ സിനിമ കാണാൻ പോകാൻ വിളിച്ചല്ലേ, എന്ത് വരാഞ്ഞേ? ഞാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു. ഞാൻ എപ്പോഴായാലും പോയി കണ്ടോളാം. ചേച്ചി, ഞാൻ ജയിച്ചു കഴിഞ്ഞാലേ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണോ? ആര് പറഞ്ഞു? കേശവട്ടൻ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാലും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണോന്ന്. അവന് തലയ്ക്ക് ഓളാ വച്ചേ. പാറു, തോറ്റതിന് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. ജയിച്ചതിനെ മാറിയിരിക്കാലോ. മാറിയിരിക്കാനാ? അതായത് നമ്മള് വേറെ ക്ലാസ്സിലോട്ട് മാറിയിരിക്കുമല്ലോ. അങ്ങനെ. അപ്പൊ ചേട്ടനെ പറ്റിച്ചല്ലേ? കുഞ്ഞിപ്പാപ്പി പറയും ചേട്ടന് ഒട്ടും ബുദ്ധിയില്ലെന്ന്. ആ കൊച്ചിനെ ഒരു കാര്യം കൊച്ചാ, നീ ഞാൻ വന്ന് കേറിപ്പോല് എന്റെ മനസ്സിനെ നീ വ്രണപ്പെടുത്താൻ നോക്കിയാണ് കേട്ടാ. കൊമ്പം മീശ ഇല്ല, പിന്നെ സിക്സ് പാക്ക് ഇല്ല, ഇപ്പൊ മെച്ചൂരിറ്റിയും കൂടെ ഇല്ലാതെ. കറക്റ്റ്. അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പാറിന് ബുദ്ധിയുണ്ട്. അമ്മായി, ഈ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഞാൻ മനഃപൂർവ്വം വരുത്താത്ത തന്നെ. ആ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിഷ്കളങ്കത പോവും. എന്റെ മുഖത്ത് എപ്പോഴും ഈ നിഷ്കളങ്കത ഇങ്ങനെ നിൽക്കും. ശരിയാണ്. തിരിച്ചു പറയാനേ ആൻസർ ഒന്നും ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞങ്ങനെ ന്യായീകരിച്ചോളണം കേട്ടാ. ഇനി സ്കൂളില് റോസ് കാർഡ് ഒപ്പിടാൻ ചേട്ടനെ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ എന്തിനു വരണല്ലേ നീ മേടിച്ചു വെച്ചേക്കണ 8 മുട്ട ഒപ്പിടാനായിട്ട്? ഞാൻ മുട്ടയൊന്നും വാങ്ങിച്ചിട്ടില്ല. അയ്യോ, മുട്ട മേടിക്കാത്തൊരു കൊച്ചു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. രാവിലെ രണ്ടുപേരും നല്ല ഉടക്കിലാണല്ലോ അടേ. ഞാനാണോ ഉടക്കണേ? ഈ കുരിപ്പാണ് എന്നെ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ മെന്റലി ഡൗൺ ആക്കിയാണ് ഇവള്. എനിക്ക് കൊമ്പം വീഴ്ചയില്ല, എനിക്ക് സിക്സ് പാക്ക് ഇല്ല, എനിക്ക് അതില്ല ഇതില്ല, ഇപ്പൊ മെച്ചൂരിറ്റി കൂടി ഇല്ലെന്ന് പറയണു. പിള്ളേര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതെ, നമുക്ക് പോവാം. വാ, നിങ്ങളായിക്കോ. ശരിക്കുന്നാടി ഓടറി. ഞാൻ പോണ്. മെച്ചൂരിറ്റി പറഞ്ഞെങ്കിൽ എന്തിനാ? എനിക്ക് അറിഞ്ഞൂടാ. അമ്മായി, പ്ലാനൊക്കെ എന്തായി? എന്ത് പ്ലാൻ? അമ്മായി എന്തൊക്കെയാ തുടങ്ങുന്നെന്ന് പറഞ്ഞില്ലേ? ഓ അതാ, അതൊക്കെ നടക്കണേ ഉള്ളൂ. എന്ത് കാര്യം? അമ്മായി, ഇപ്പൊ എനിക്ക് 2 മാസം വെക്കേഷൻ ഇല്ലേ? അപ്പോ ഞാൻ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ബിസിനസ്സാ? കുഞ്ഞാവ എന്ത് ബിസിനസ്സാണാവോ തുടങ്ങാൻ പോണേ? ഒരു കട ഇട്ടാലോന്ന്. എന്ത് കട? പാറുവിന്റെ മിഠായി കട. പാറുവിന്റെ മിഠായി കട സംഭവം കൊള്ളാം. പക്ഷെ ആര് ഇൻവെസ്റ്റ് ചെയ്യും? എന്നുവെച്ചാ ആരിതിനുള്ള പൈസ മുടക്കുന്നു? അത് പടവൽ തപ്പുമ്പം തരും. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അല്ലേ കള്ളി. ചേച്ചി അറിയാ പാറു കട തുടങ്ങാൻ പോണെന്ന്? കടയാ? ആ, പാറുവിന്റെ മിഠായി കട. ആ, പരവായില്ലേ? ഈ കടയൊന്ന് പച്ച പിടിച്ചോണ്ടല്ലോ നമുക്ക് ജോലിക്കും പോണ്ട, അവക്ക് സ്കൂളിൽ പോണ്ട. അവൾ എന്നെ എല്ലാ കാര്യവും നോക്കിക്കോളും അല്ലേ പാറു? എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ അങ്ങ് ചിരിച്ചോണം. ഇവിടെ ഉള്ളവരോടൊന്നും വന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുത്തിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. പിന്നെ ഇവള് മുട്ടായി കട തുടങ്ങി കഴിഞ്ഞ അതിന്റെ അടുത്തുള്ള മുട്ടായിയൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നോളും. അതെങ്ങനെ? അതെങ്ങനെയെന്നാ, അനിയത്തിയും ചേട്ടനും കൂടെ എല്ലാം അങ്ങ് തിന്ന് തീർക്കുമല്ലോ. ചുമ്മാ എന്നെ കളിയാക്കല്ലേ. ഓ ഇല്ലേ. അല്ല പാറു, നീ എന്തിനാണ് കേശവന്റെ അടുത്ത് ഈ മീശ സിക്സ് പാക്ക് ഒക്കെ എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കാൻ നടക്കണ? അത് ചുമ്മാ എന്റെ ഒരു നേരം പോക്കിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ചേട്ടൻ മുഖഭാവം കാണാനേ നല്ല രസാ, അതാ. എന്ത് കോലോടാ ഇത്? കേസു എന്നടാ ഇതെല്ലാം? എന്തെന്നു നിന്റെ മുഖത്ത് എന്തോന്നത്? മെച്ചൂരിറ്റി കിട്ടാൻ വേണ്ടി വെച്ചു.
അറുപത് എങ്ങനെയുണ്ട്? ഇനി മക്കൾക്ക് 6:30 മുമ്പ് വേണമെങ്കിലും കേശു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഇനി മക്കളെ ആരെങ്കിലും കളിയാക്കിയാലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എങ്ങനെ? ചേട്ടൻ്റെ അടുത്ത്. ചേട്ടാ ഒറിജിനലാണോ? പിടിക്കില്ലേ? ആ എന്തേ? ഒറിജിനലാണോ? പിന്നെ ഒറിജിനൽ അല്ലാതെ? ഒറിജിനല്ലേ? പക്ക 100% ഒറിജിനൽ. മുഖത്തൊന്നെടുത്ത് കളാ. എന്തൊരു അത് മുഖത്തൊന്നെടുത്ത് കളയാ. അങ്ങനെ ഒന്നും കളയാൻ പറ്റില്ല. ഇത് എന്റെ കുഞ്ഞനിയത്തി പാറുവിന് വേണ്ടി ഞാൻ വെച്ചാണ്. അങ്ങനെ ഒന്നും കളയാൻ പറ്റില്ല. ചേട്ടാ ഓ ഒരു സംശയം ചോദിക്കട്ടാ? നീ ചോദിക്കും മക്കളെ, നിനക്കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തില്ലേ? പറ ചോര്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത്രയും വലിയ മീശ വരുന്നു? മറ്റേ ചിലവർക്ക് മീശ അടിച്ചു കഴിഞ്ഞാല് മണിക്കൂറുകൾക്കുള്ളിൽ നല്ല സൂപ്പർ കൊമ്പം മീശ വരും. ചിലവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ കൊമ്പം മീശ വരും. ഞാന് ആ ജീവിവർഗത്തിൽപ്പെട്ടയാണ്. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, അതെടുത്ത് കളയാൻ നോക്ക്. ഇതെങ്ങനെയുണ്ട് സാധനം എന്ന് പറ. കൊള്ളൂല. ഓഹോ കനാൻഡി எப்படி இருக்கு? ஒத்துவல் கவுண்டர் மாதிரி இருக்கு. கேவலமா இருக்கு. எதுக்குடா இப்படி எல்லாம் பண்ற? ഞാൻ പറഞ്ഞല്ലേ എന്റെ അനിയത്തിക്ക് വേണ്ടിയാണെന്ന്. കേശു ഒറ്റ വീക്ക് ഞാൻ വെച്ചേരും. പറയണ അയാള് നീ. എന്തരമ്മായി അമ്മ ഇങ്ങനെ തുടങ്ങിയ? അമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അല്ലേ? ഞാനുണ്ടോ? എങ്ങനെ ഉണ്ടെന്നോ? പൂച്ച ഉണക്കമീൻ കടിച്ചോണ്ട് പോണ പോലെ ഉണ്ട്.